ഹലോ, ഒരു ഡേ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരുന്നത്. സിമ്പിളായിട്ട് ഇറങ്ങാം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കെട്ടിയോ വന്നു കേട്ടോ, എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എമോലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. മോയ്സ്ചറൈസർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് വെരി സൂപ്പർ ഡ്രൈ സ്കിന്നാണെങ്കിൽ ബെസ്റ്റാണ് എമോലിൻ. നോർമലുള്ള ആൾക്കാർക്കാണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും എമോലിൻ നല്ലതാണ് കേട്ടോ. ഈ മോയ്സ്ചറൈസർ ഇടാണ്ട് ഇരിക്കരുത്. നിങ്ങൾ ഏത് ക്ലൈമറ്റിലാണെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതും സൺസ്ക്രീൻ ലോഷനും മസ്റ്റാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുത്തിലും മുഖത്തൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാക്മേയുടെ ഇത് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. ഇത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അത് മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കഴുത്തിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവൻ മോയ്സ്ചറൈസറാണ്, ഏത് ക്രീം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കഴുത്തിലും മുഖത്തും ഒരേപോലെ അപ്ലൈ ചെയ്യണം. അപ്പം ഞാനൊരു കൺസീലർ എടുക്കുന്നുണ്ട്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെയാണ്. ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. ഒരു കൺസീലർ അതിൻ്റെ ഡാർക്ക് സർക്കിൾസും പിന്നെ എന്തെങ്കിലും എനിക്ക് അധികം ബ്ലാക്ക് മാർക്സ് ഒന്നുമില്ല, ഈ ഡാർക്ക് സർക്കിൾസ് മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ കുറച്ചൊരു താഴെ നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു പീച്ച് ഷെയ്ഡ് കണ്ടില്ല, ഓറഞ്ച് ഷെയ്ഡ്, അതൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഗ്രീൻ, അങ്ങനെ. പിന്നെ ഞാൻ ഇടുന്നത് ഒരു പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഐവറിയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. വേറെയും ഷെയ്ഡ് വരുന്നുണ്ട്, 2 ഷെയ്ഡ് 3 ഷെയ്ഡിൽ വരുന്നുണ്ട്. എൻ്റെത് ഐവറിയാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് ഏതാണോ മാച്ച് ഉള്ളത് നോക്കിയിട്ട് എടുക്കുക. മീഡിയം ടു ഫെയർ സ്കിൻ ആണെങ്കിൽ ഐവറി ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിവിടെ ഫൗണ്ടേഷൻ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഡെയിലി യൂസിൻ്റെ BB ക്രീമാണ് കേട്ടോ ബെസ്റ്റ്. പോൺസിൻ്റെ BB ക്രീം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പോൺസിൻ്റെ BB ക്രീം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിമ്പിൾസ് ഒന്നും വരാറില്ല. അപ്പം T-സോൺ ഏരിയയിൽ ഇച്ചിരി ഓയിലി ആകുമ്പോൾ പൗഡർ ഇട്ട് കൊടുക്കണമെന്നല്ല. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് പോൺസിൻ്റെ തന്നെ BB പൗഡറാണ് കേട്ടോ. പല ടൈപ്പ് BB പൗഡർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് ഞാൻ പോൺസാണ് കേട്ടോ ഉപയോഗിക്കും. ലൂസ് പൗഡർ, നോർമൽ പൗഡർ ഉണ്ടല്ലോ വൈറ്റ്, അതാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി ഇടാവുള്ളൂ കേട്ടോ. ബ്രഷ് വെച്ചിട്ടോ പഫ് വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് എവിടെയാണോ ഓയിലി ആവുന്ന സ്കിന്ന് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഐ ഷെയ്ഡോ ആണ് കേട്ടോ. ഇത് കളർ ബാറിൻ്റെ ആണ് കേട്ടോ. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ഒരു നൂഡ് ഐ ഷെയ്ഡോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കോറൽ ഷെയ്ഡാണ്, പീച്ച് പിങ്ക് കൂടെ മിക്സ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ്. ഡെയിലി മേക്കപ്പിനൊക്കെ അല്ല, ഒരു ഡേ മേക്കപ്പ് ലുക്കിനൊന്നും ഇങ്ങനെ ഓവറായിട്ട് ഇടണ്ട കേട്ടോ. നല്ല റെഡ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും ഇടണ്ട, ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ബോറായിരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ട ഒരു ഷെയ്ഡാണ്. ഞാൻ കണ്ണിന് വന്ന ഡിഫറൻസ് കണ്ടോ, എൻ്റെ കണ്ണ് ഒന്ന് ഗ്ലോ വന്നിട്ടുണ്ട് കണ്ണിനൊക്കെ. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതും ബ്രൗൺ ഷെയ്ഡാണ്, ബ്ലാക്ക് ഷെയ്ഡ് അല്ല കേട്ടോ, ജെല്ലാണ് ഞാൻ എടുക്കുന്നത്. ഇത് തന്നെ കാജലായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അത് 2 in 1 ആണ് കേട്ടോ. അതായത് ഐബ്രോ ജെല്ലും കാജലും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബ്രാൻഡ് ഏതാണെന്ന് മറന്നു, കുറേ മുമ്പ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ മേടിച്ചോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപയോഗിച്ചോ, ഇവൻ കോസ്റ്റ്ലി വേണേൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ബ്രഷ് ഉണ്ട് ഐബ്രോൻ്റെ, അത് വെച്ചിട്ട് ഒന്നായിട്ട് എന്താ പറയുക സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാജൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കൺസീലറും അതേപോലെ BB ക്രീം മാത്രമേ ഉള്ളൂ, ഫൗണ്ടേഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മോക്കി ഐസാണ് കേട്ടോ, എല്ലാവർക്കും മാച്ചാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കോളേജിലാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു സ്മോക്കി ഐസ്. അപ്പം ആദ്യം അടിയിലും പിന്നെ ഉള്ളിൽ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ കാജൽ വെച്ചിട്ട് തന്നെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇത് ലാക്മേയുടെ ആണെന്ന് തോന്നുന്നു. ഏതായാലും കുഴപ്പമില്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അധികം സ്മഡ്ജ് ആവാണ്ടുള്ളത് എടുക്കുക കേട്ടോ. പെട്ടെന്ന് അല്ലെങ്കിൽ മൊത്തം കരി പോലെ ഇരിക്കും, നല്ല പാണ്ട് ഐസ് പോലെ ഇരിക്കും. അത് കുറച്ചൊരു കാജലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് മേടിക്കണം കേട്ടോ, കാരണം അത് നമ്മുടെ കണ്ണാണല്ലോ. അതുപോലെ ലിപ്സ്റ്റിക് ആണെങ്കിലും അതേപോലെ തന്നെ മേടിക്കുക. അത്യാവശ്യം ബ്രാൻഡ് നല്ലതായത്, അതായത് ബഡ്ജറ്റ് ഒരുപാട് വലുതല്ല, പക്ഷേ നല്ല ബ്രാൻഡായ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മേടിക്കാം. ലിപ്സ്റ്റിക് ആണെങ്കിലും അതേപോലെ തന്നെ കാജലാണെങ്കിലും. അപ്പോൾ കണ്ടോ ഡിഫറൻസ് കണ്ടോ. ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടോ മുകളിൽ സ്മോക്കി ഐസാക്കാൻ വേണ്ടി. താഴെ മുകളിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ ഡിഫറൻസ് കണ്ടോ, കണ്ണ് നല്ല വലുതായി നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൈലൈറ്റായി നിൽക്കുന്നത് കണ്ണാണ്. അധികം മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും ഇതിപ്പം ഡേ മാത്രമല്ല കേട്ടോ, നൈറ്റിലാണെങ്കിലും നിങ്ങൾക്ക് പാർട്ടി ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ഐസ് ചെയ്ത് കൊടുത്തു. ഞാൻ ഏത് പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇത് ചെയ്യാറുണ്ട്, കാരണം എൻ്റെ കണ്ണ് നല്ല ഭംഗിയാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ മേബിലൈൻ്റെ മസ്കാരയാണ് കേട്ടോ. ഈ ഒരു മസ്കാര
വാട്ടർ പ്രൂഫാണ്. ലാഷ് സെൻസേഷണൽ അങ്ങാണ്ട് എനിക്ക് 600 റുപ്പീസിൻ്റെത് 399 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ല മസ്കരയാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ ഡിഫറൻസ്. അപ്പോൾ താഴെയും മുകളിലും നന്നായിട്ട് അതിൻ്റെ ആ ഒരു ബ്രഷൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, കണ്ണ് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഫാൾസ് ലാഷസ് ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനെ ആ ഒരു പശ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരം നല്ല മസ്കാരയാണ് ഉപയോഗിക്കൽ. കണ്ടോ, കണ്ണ് നല്ല ഡിഫറൻസ് ഒന്നുമല്ലോ. പിന്നെ ഇത് സൂഡിയോൻ്റെ ഒരു ചീക്ക് ടിൻ്റാണ്. മുമ്പ് ഞാൻ ഇതൊക്കെ ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ ഓരോ വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട്. സൂഡിയോൻ്റെ ആണ് കേട്ടോ. 199 റുപ്പീസാണ്. ഇത് ലിപ്പിലിടാം, പക്ഷേ ലിപ്പിലിട്ടപ്പോൾ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. അപ്പം ഇത് ചീക്സിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. ഇത് സൂഡിയോൻ്റെ ആണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ബ്രാൻഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്യണം, പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ ആലപ്പുഴയ്ക്ക് പോകുമായിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ, എൻ്റെ ഹെയർ നന്നായിട്ട് കേളായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നാച്ചുറൽ ഹെയർ കേളായിട്ടുണ്ട്. മുകളിലത്തെ കുറച്ച് പാർട്ട് മാത്രം സ്ട്രെയിറ്റ് ഹെയർ, ഞാൻ അതും കെമിക്കലി ട്രീറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് കെട്ടിവെച്ചു, ആ സ്ട്രെയിറ്റ് ഹെയർ കെട്ടിവെച്ചു, ബാക്കി കേളി ഹെയർ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. ഒരു 5-6 hours ആ മേക്കപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ. പോയി തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.